സോളാർ എന്ന് പറഞ്ഞാൽ സരിതയാണ്. തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ന്യൂ ഇറ എന്ന കമ്പനി സരിതയ്ക്ക് ജോലി നൽകിയത്. ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്കിപ്പോൾ മാർക്കറ്റിംഗ് ഇല്ല. ഞാൻ സോളാറിൻ്റെ തന്നെ പവർ ഡിവിഷനിലെ ഒരു കമ്പനി, ന്യൂ ഇയർ എന്നാണ് കമ്പനിയുടെ പേര്, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് ജോലി ചെയ്യുന്നത്. പ്രൊജക്ട് ഹെഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ നിന്നുകൊണ്ട് പെട്ടുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് മാത്രമാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് 2 മെഗാവാട്ടിൻ്റെ ഒരു ഗ്രിഡ് ഇൻട്രാക്റ്റീവ് സോളാർ പവർ പ്രോജക്റ്റാണ് മധുരയിൽ അറപ്പുകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് തൊട്ട് ഇപ്പം പ്രോജക്റ്റ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുതിയ കേരളത്തിൽ നിന്ന് മാറിയപ്പോഴാണ് തമിഴ്നാട്ടിലൊരു ഞാൻ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ജോലി സംബന്ധമായ ഇപ്പം സൈറ്റ് അവിടെ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത വർക്ക് സൈറ്റ് എവിടെയാണോ അവിടേക്കാണ് എനിക്ക് അടുത്ത് ജോയിൻ ചെയ്യേണ്ടി വരിക. പിന്നെ കേരളത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇൻഫാക്റ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഉണ്ട്. ഇതേ സെയിം ബിസിനസ് തന്നെ കേരളത്തിൽ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ളതിൽ നിന്നും വളരെ ഫ്രീഡം നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. പിന്നെ വേറെ ഒത്തിരി ഓപ്ഷൻസ് വന്നിരുന്നു. എനിക്ക് വേറെ ഒത്തിരി എടുത്ത് CEO ആയിട്ടോ HR അങ്ങനെയൊക്കെയുള്ള ഒത്തിരി GM ആയിട്ടൊക്കെ എനിക്ക് വന്നിരുന്നു. പക്ഷേ എൻ്റെ ടേസ്റ്റ് എനിക്കറിയാവുന്ന ജോലി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അറിയാത്തൊരു ജോലിയിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി ചിലപ്പോൾ പഠിച്ചെടുക്കാൻ സമയം പഠിക്കുമായിരിക്കും. നമ്മൾ അതിൽ കുറച്ചുകൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ശീലിച്ചു വന്നു അതിൽ കുറച്ചുകൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ അതിൽ തന്നെ പോയിട്ടുണ്ട്. എക്സെപ്റ്റ് മാർക്കറ്റിങ്ങിലില്ല, ടെക്നിക്കൽ മാത്രം. ഇതിനിടയിൽ 2 തമിഴ് സിനിമകളിലും സരിത അഭിനയിച്ചു കഴിഞ്ഞു. കോളിവുഡിൽ നിന്നും നിരവധി ഓഫറുകളും വരുന്നുണ്ടെന്നാണ് സരിത പറയുന്നത്. മലയാളത്തിൽ സരിത അഭിനയിച്ച വയ്യാവേലി ഉടൻ പുറത്തിറങ്ങും. തമിഴ് വാരികയായ കുമുദത്തിൽ സരിത എഴുതുന്ന ആത്മകഥയും വലിയ തരംഗം സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു 20% അലകൾ തമിഴ്നാട്ടിൽ ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് വലിയ പ്രശ്നങ്ങളായിരുന്നത് കാരണം അതിൻ്റെ ഒരു 20 എന്നല്ല 25% അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ അറിയാമായിരുന്നു. പിന്നെ അപ്പം അവിടുത്തെ എന്താ പറയുക, നമ്മളെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മീഡിയ നമുക്ക് അവിടെ കിട്ടിയത് ഒരു വാരികയാണ്. ആ വാരികയിലൂടെ ഇപ്പോഴും നമ്മുടെ റൈറ്റപ്സ് പോകുന്നുണ്ട്. അപ്പം കുറച്ച് പേർക്കൊക്കെ നമ്മളെ അറിയാം, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. സെലിബ്രിറ്റി റോൾ എന്ന് പറയുന്നില്ല. കാര്യം ഞാൻ അവിടെ ചെന്ന പ്യുവർലി ഒരു എംപ്ലോയിയാണ്. എനിക്ക് ജോലിയാണ് പ്രധാനം. പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും. കേരളത്തിൽ സോളാറുമായി തൽക്കാലം ഇല്ലെന്നാണ് സരിത പറയുന്നത്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അഡ്വക്കേറ്റ് ആളൂരിന് കൈമാറുന്നതിനായിട്ടാണ് സരിത വീണ്ടും കൊച്ചിയിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ട്രയൽ സ്റ്റേജാണ്. ഇപ്പം പെരുമ്പാവൂർ കേസ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊട്ടുള്ള ചില കാര്യങ്ങളിൽ ഞാൻ BA ആളൂർ, ബിജു ആൻ്റണി ആളൂർ എന്ന് പറയുന്ന അഡ്വക്കേറ്റുമായിട്ട്, കാര്യം ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എൻ്റെ ഭാഗത്തുള്ള ന്യായം അറ്റ്ലീസ്റ്റ് അവതരിപ്പിക്കുക. കിട്ടുന്നതോ കിട്ടാത്തതോ രണ്ടാമത്തെ വിഷയം. പക്ഷേ എന്നാലും ഇങ്ങനെ ആയിരുന്നു ആക്ച്വലി ഞാൻ സഫർ ചെയ്ത് ഇന്നതാണെന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തി എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് സഡനായിട്ട് എടുക്കേണ്ട സ്റ്റെപ്പുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്.